അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫാൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. ഇറാൻ US രണ്ടാം ഘട്ട ആണവ ചർച്ച ഇന്ന് ജനീവയിൽ നടക്കാനിരിക്കെയാണ് നിർണായക കൂടിക്കാഴ്ച. അതേസമയം ആണവ ചർച്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. നേരത്തെ അയച്ച വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കന് പുറമെ ജെറാൾഡ് ആൻഡ് ഹോഡ് എന്ന കപ്പലും പ്രദേശത്തേക്ക് അമേരിക്ക അയച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഡയറക്ടർ ജനറൽ റഫാൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. നമുക്കറിയാം, ഇന്ന് ഇറാൻ US രണ്ടാം ഘട്ട ആണവ ചർച്ച നടക്കാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും നിർണായക കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ തീരത്ത് US വിമാനവാഹിനി കപ്പലടക്കം അയച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിലവിലെ സ്ഥിതിവിശേഷങ്ങൾ? തീർച്ചയായും അമൽ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു സൈനിക സംവിധാനം ഒരുക്കുകയാണ് അമേരിക്ക ഇറാനെതിരെ എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി കൃത്യമായി പുറത്തു വരുന്ന വിവരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് കൂടുതൽ വിശദാംശങ്ങൾ അക്കാര്യത്തിൽ വരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന അതിശക്തമായ യുദ്ധക്കപ്പൽ ഇന്ന് ആ മേഖലയിലേക്ക്, അറേബ്യൻ സീ മേഖലയിലേക്ക് കടന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് എത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വാർത്ത. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫാൽ ഗ്രോസിയുമായി ചർച്ച നടന്നത്. ജനീവയിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ഇന്ന് ജനീവയിൽ തുടർ ചർച്ചകൾ അമേരിക്കയുമായി ഈ ആണവ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആണവ ധാരണകൾ സംബന്ധിച്ച ഒരു ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഒരു ആണവ ധാരണയിൽ എത്താനുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ധാരണ എന്ന് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന ധാരണയല്ല, പക്ഷേ ഈ ആണവ ധാരണയിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന നിലപാടുകളാണ്. വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചില രീതിയിലുള്ള ആണവ സംവിധാനങ്ങളും ആണവ സമ്പുഷ്ടീകരണങ്ങളും തങ്ങൾക്ക് നടത്താൻ അനുവാദം നൽകുകയും വേണമെന്നൊരു നിലപാടാണ്. അതുപോലെ തന്നെ അതേസമയം തന്നെയാണ് മറ്റൊരു നിർണായക സംഭവം കൂടി ഉണ്ടാകുന്നത്. തങ്ങൾക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോഴാണ് ചൈന ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്കെതിരെ 25% അധിക താരിഫ് ചുമത്താനുള്ള ഒരു നീക്കം പോലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. കഴിഞ്ഞ ആഴ്ച അത് സംബന്ധിച്ച ഉത്തരവെല്ലാം തന്നെ ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് റഫാൽ ഗ്രോസിയുമായുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ ഇന്ന് ജനീവയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളും ഏറെ നിർണായകമാകുന്നത്. തീർച്ചയായും റഫാൽ ഗ്രോസിയുമായുള്ള ചർച്ചകൾ ഏറെ പുരോഗമനാത്മകമാണ് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.